ഹലോ ഗൈസ്, ഇതെന്ത് തേങ്ങയാണെന്നല്ലേ ഇവിടെ കാണിക്കുന്നത്? അതെ, ഇത് തേങ്ങയാണ്. ഇതാണ് കോക്കനട്ട് ക്യാൻഡിൽ. യഥാർത്ഥ തേങ്ങ പോലല്ലേ? ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എമ്മാതിരി പെർഫെക്ഷൻ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മോൾഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വേറൊന്നും ചെയ്യണ്ടോ, ഒരു ഫോയിൽ പേപ്പറും ഒരു ചിരട്ടയുടെ മുകളിൽ ഫോയിൽ പേപ്പർ വെക്കുക, ഒന്ന് അമർത്തിയെടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് കളർ കലക്കിയ വാക്സ് ഒഴിക്കുക, ചുറ്റിക്കുക, നല്ലപോലെ തണുത്ത് വരുന്ന പോലെ ചുറ്റിച്ചെടുക്കുക. അത് കംപ്ലീറ്റ് ഉണങ്ങി വരുന്നവരെ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. ഇത് കംപ്ലീറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് വാക്സ് ഒഴിക്കുക, ഇതുപോലെ ചുറ്റിക്കുക, വാക്സ് ഒഴിക്കുക, ചുറ്റിക്കുക, വാക്സ് ഒഴിക്കുക, ചുറ്റിക്കുക. ഈ പ്രോസസ്സ് അങ്ങ് നമുക്ക് ആവശ്യമുള്ള കട്ടി വരുന്നവരെ നീണ്ടുപോകും. അതിനുശേഷം ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത വാക്സ് ഒഴിക്കാവുള്ളൂ. അടുത്ത വാക്സിൽ കളറൊന്നും ചേർക്കണ്ട, നമ്മുടെ സാധാ വെള്ള വാക്സ് തന്നെ ഒഴിച്ചാൽ മതി. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വാക്സ് ഒഴിക്കുക, ചുറ്റിച്ചെടുക്കുക, വാക്സ് ഒഴിക്കുക, ചുറ്റിച്ചെടുക്കുക. വീഡിയോ കാണുന്ന പോലെ തന്നെ കുറച്ച് വാക്സ് ഒഴിച്ച് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് കളറും കൂടെ മിക്സായി പോകും. ഈ വെള്ള വാക്സ് നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സിലെടുക്കുക. എന്നിട്ട് ആ ഫോയിൽ പേപ്പർ അങ്ങ് അഴിച്ച് കളയാം. ഇത് ഇത്ര ഉള്ളു പരിപാടിയെന്ന് വിചാരിക്കണ്ട, തീർന്നിട്ടില്ല. ഇനി അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കുക. ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കോക്കനട്ടിൻ്റെ ഒരു ലുക്കൊക്കെ കിട്ടും. എന്നാലും നമ്മൾ അവിടെ വെച്ച് നിർത്താൻ പാടില്ല, പരിപാടി ഇനി കിടക്കല്ലേ. ഇനി ആ തേങ്ങയുടെ വെള്ള ഭാഗത്തൊക്കെ ഒരു കമ്പ് കൊണ്ട് വരയിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ തേങ്ങ പൊട്ടിച്ച പോലത്തെ ഒരു ഫീൽ കിട്ടും. എന്നാലേ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. അതുപോലെ തന്നെ തേങ്ങയുടെ പുറം ഭാഗത്തും ഇതുപോലെ തന്നെ വരയിട്ട് കൊടുക്കുക. അയ്യോ, എമ്മാതിരി പെർഫെക്ഷൻ. ഒരു ഗ്ലോസി ഫിനിഷിന് ഈ തേങ്ങയുടെ പുറം ഭാഗം ഒന്ന് ജസ്റ്റ് ചൂട് കൊടുത്തെടുക്കുക. എന്നിട്ടൊരു തിരിയിടുക. തിരിയിട്ടില്ലേ, എനിക്ക് കത്തിക്കുക തന്നെ. ഇത് തിരിയിട്ട് കത്തിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ദീപാവലിക്കൊക്കെ കത്തിക്കുന്ന വിളക്കില്ലേ, അതുപോലെ തോന്നിയ. ഇനി നമുക്ക് ദീപാവലിക്ക് പുതിയ ഐഡിയ കിട്ടിയില്ലേ, ഇങ്ങനത്തെ 5-6 ക്യാൻഡിൽ ഉണ്ടാക്കുക, കത്തിക്കുക. ക്യാൻഡിൽ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യില്ലേ. പിന്നെ വിരോധം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ഇനി അടുത്ത ആഴ്ച കാണാം.